to examiner family മക്കളെ എക്സാം അതേവർക്ക് ഇനി ആകെ ഒരു എക്സാം ഇനി ബാക്കിയുള്ളൂ പൊതുവെ പിള്ളേർക്കുള്ള ഒരു സ്വഭാവമാണ് ആ എക്സാം കഴിയാറായി ഇനി ഒരു എക്സാമും അതും കുറേ സ്റ്റഡി ലീവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി ഇനി ഉഴപ്പം വേറെ എവിടെയും പോകണ്ട അവസാനത്തെ എക്സാം കഴിഞ്ഞിട്ട് അത് എക്കണോമിക്സ് അല്ലേ എന്ന് ചിന്തിക്കും പക്ഷെ എക്കണോമിക്സ് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട തന്നെ സബ്ജക്റ്റ് ആണ് നിങ്ങൾ വെറുതെ കുറച്ച് അതിന്റെ രീതിയിൽ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് നിങ്ങളെ +1 മാർക്ക് മക്കളെ എന്തായാലും നിങ്ങളുടെ +2 കൂടെ ആഡ് ആവുന്ന പരിപാടി അറിയാലോ അല്ലെ. അപ്പൊ ഈ ഒരു തുടക്കത്തിൽ ഇതാണ് അതായത് ഫസ്റ്റ് ഇയർ ഓക്കെ ഇങ്ങനെ പോട്ടെ കുഴപ്പമില്ല നമുക്ക് സെക്കൻഡ് ഇയറിൽ പിടിക്കാം +2 പിടിക്കാം എന്നൊക്കെയുള്ള മൈൻഡിലൊക്കെ പലരും നിൽക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് നല്ലൊരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒന്നും +1 ഉണ്ടായിട്ടില്ല അല്ലെ. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ +1 ഉഴപ്പി ഇനി +2 പിടിക്കാം എന്നൊന്നും ചിന്തിക്കുക. കാരണം നിങ്ങൾ എത്ര എന്താണോ നിങ്ങൾ നെഗറ്റീവ് വരുന്നത് അതൊക്കെ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും മറ്റേ റിഫ്ലക്റ്റ് ആകും. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ്സ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വല്ല പ്ലാനും ഉണ്ടോ ഇനി നിങ്ങളുടെ ദിവസം എന്ത് ചെയ്യണമെന്ന്? പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിട്ട് എക്കണോമിക്സിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ആ പ്ലാനാണ്, ആ പ്ലാനും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങളെ കൂടെ നിൽക്കുക, കട്ടയ്ക്ക് പഠിക്കുക അല്ലെ. അപ്പൊ നമ്മൾ പ്ലാന് പറഞ്ഞു തരാം, അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എക്കണോമിക്സ് നമുക്ക് ഈ പ്ലാൻ വെച്ച് മുന്നോട്ട് പോകാം, അടിപൊളിയാക്കാം അല്ലെ മിസ്സേ. സെറ്റ് ആവും, നമുക്ക് പ്ലാൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 21 മുതൽ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 7:30 ചാപ്റ്റർ വൈസ് റിവിഷൻ ആണ് വരുന്നത്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ആണല്ലേ വരുന്നത്. അതെ, ചാപ്റ്റർ വൈസ് റിവിഷൻ ആണ്. എല്ലാവർക്കും എന്താണ് ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കാം, മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തെടുക്കാം. ഇനിയിപ്പോ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ പിന്നെ പലരും നമ്മളെ ലൈവിലൊക്കെ വന്ന് ചോദിക്കുന്ന മെയിൻ കാര്യമാണ് ഇത്, ഇനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ, ഇനി പഠിച്ചാൽ പാസ്സാകുമോ, അങ്ങനത്തെ പറയാനുണ്ട്. ഡബിൾ പാസ് ആകുമോ, അങ്ങനെ പല ഡൗട്ട്സും പലർക്കും ഉണ്ടല്ലോ. അതിനൊക്കെ ഇതിനും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസം ഉണ്ട് നിങ്ങൾക്ക് എക്കണോമിക്സിന് വേണ്ടിയിട്ട്. എക്കണോമിക്സ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കമന്റ് ബോക്സിൽ പറയാ, അല്ല കമന്റ് ബോക്സിൽ പറയല്ലേ, ഷെയർ ചെയ്യാ. എന്നിട്ട് സ്റ്റഡി പ്ലാൻ ഇഷ്ടമായല്ലോ എന്നുള്ള കാര്യം കമന്റ്സിലും പറയാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രൈഡേ മുതൽ എല്ലാ ദിവസവും 7:30 ചാപ്റ്റർ റിവിഷൻ ആണ് വരുന്നത്. ഓരോ ചാപ്റ്ററിന്റെ ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ കൂടി നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം. അത്രയോ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ദിവസം എന്താ 4 ചാപ്റ്റർ ഒക്കെ വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് എന്താ റിവൈസ് ചെയ്യാം, പഠിച്ചു വരാം. പിന്നെ സാറ്റർഡേ വരുന്നുണ്ട്, അതേപോലെ തന്നെയാണ്. സൺഡേ അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് ലാസ്റ്റ് നമ്മുടെ തേഴ്സ്ഡേ എക്സാം ഡേ ആണ് വരെ. 26 നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ റിവിഷൻ ഒക്കെ കഴിഞ്ഞ് മാക്സിമം ഷുവർ ക്വസ്റ്റ്യൻസ് ജിഷാമിസും അവരുടെ സിറാജ് സാറും ആയിട്ട് സെറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കിട്ടിയ പിന്നെ എല്ലാം സെറ്റ്. ഈ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ട താമസമുള്ളൂ. നിങ്ങളൊക്കെ നല്ല കലക്കനായിട്ട് എഴുതും അല്ലേ, എഴുതും ഉറപ്പാണ്. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതാൻ വേണ്ടി പറ്റും. അതെ, കാരണം നോക്കുക, നമുക്ക് ഈ കുറച്ച് സമയമാണല്ലോ. ഐ മീൻ 21 ഫ്രൈഡേ മുതൽ നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് 5 ദിവസം കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. തൊട്ടടുത്ത് എക്സാമിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നല്ലേ. അതോടെ നിങ്ങൾ എന്താവും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തീരും. പിന്നെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ എന്താ ചെയ്യണം, ക്വസ്റ്റ്യൻസ് തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അപ്പൊ അതും കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും വേണ്ട, ഡയറക്റ്റ് പോയിട്ട് എഴുതാവുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. മിസ് അടുത്ത വർഷം സെറ്റ് അല്ലേ, മിസ്സും സാറും തന്നെയല്ലേ ക്ലാസ് എടുക്കാന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. എടാ നമ്മൾ തന്നെയാണ് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സാധാരണ നമ്മൾ യൂട്യൂബിൽ വരുമ്പോഴാണ് ഇവരെ കാണാറ്. പക്ഷെ അല്ല, നമുക്കൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചല്ലേ, അതെ, ഉടനീളം നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. 5,999 ആണ്. ഇപ്പൊ റിഡക്ഷൻ ആണ്, ഫീല് വരുന്ന റിഡക്ഷൻ ആണ്. പക്ഷെ എന്താ ചെയ്യാ, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീ ഒക്കെ മാറ്റി പഴയ ഫീസിലേക്ക് വരും. അപ്പൊ അതിനു മുൻപ് മാക്സിമം അഡ്മിഷൻ എടുത്ത് വെക്കുന്നത് നമുക്ക് ഒരുമിച്ച് സെറ്റ് ആക്കി പഠിക്കാം. പ്ലസ് ടു നല്ല വൃത്തിയായിട്ട് പഠിക്കണം. പ്ലസ് 1 സംഭവിച്ച മിസ്റ്റേക്സ് ഒന്നും ഒരു കാരണവശാലും പ്ലസ് 2 റിപ്പീറ്റ് ചെയ്യരുത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്താലാണ് നിങ്ങളുടെ പരാജയം വരുന്നത്.
ഓക്കെ, അതെപ്പോഴും മനസ്സിൽ നിൽക്കുക അല്ലേ? അത്രയും അറിഞ്ഞു അവര് അല്ലെ, എത്ര ആയിട്ട് നമ്മൾ തന്നെ കുറെ ലൈവില് കാര്യങ്ങൾ. പലർക്കും +1 ഈസി ആയി തോന്നിയിട്ടുണ്ട്, പക്ഷെ +2ന്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്ക്. ടഫ് ആയിരുന്നല്ല എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ പലരും ഒന്ന് മുകളിലോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ +2ന് ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സാം ലെവലിലായിരിക്കരുത് കാണേണ്ടത്. എങ്ങനെ ചോദിച്ചാലും ഞങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. അവിടെയാണ് കാര്യമുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്നും കൂടെ ഉണ്ടാവും മക്കളും. നമുക്ക് ഇനി ഒരു വർഷം സെറ്റ് ആയിട്ട് പഠിക്കാം അല്ലെ? അപ്പൊ ഈ പ്ലാന് അനുസരിച്ച് തന്നെ പഠിക്കാൻ നോക്കാം. നമ്മുടെ ജ്വാല ബാച്ച് താഴെ സ്ട്രിപ്പ് പോകുന്നുണ്ടാവും, അതിൽ നോക്കി നിങ്ങൾക്ക് നമ്പർ നോക്കി വിളിച്ചാൽ മതി. ഇൻ കേസ് വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല, ഡെഫിനറ്റ്ലി അവർ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഒരു ഓൾ ദ ബെസ്റ്റ് കൂടെ കൊടുക്കല്ലേ ഇവർക്ക്. അപ്പൊ ഈ പ്ലാന് മറന്നു പോകണ്ട, കറക്റ്റ് ലൈവിലൊക്കെ ജോയിൻ ചെയ്യാ, നമുക്ക് സെറ്റ് ആക്കണം. എക്കണോമിക്സ് എക്സാം ആരും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വരാൻ പാടില്ല അല്ലേ? ഇന്ന് കുറെ കുഞ്ഞുങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മിസ് എക്സാം ഇന്നത്തെ എക്സാമും സിമ്പിൾ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു എഴുതിന്നൊക്കെ. ഇനി എക്കണോമിക്സും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ടഫാന്ന് ബാക്കിയുള്ളവർ പറഞ്ഞാലും പക്ഷെ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ച കുട്ടിക്ക് ഒരിക്കലും ടഫ് ആവരുത്. കാരണം അത്രയും രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവേണ്ടത് അല്ലേ? ഓക്കെ, മക്കളെ നന്നായിട്ട് പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.